ഹലോ, ഇന്ന് ഈ ഒരു കുഞ്ഞുടുപ്പിന് ഫ്ലവർ വെക്കണം. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. ഇതിൽ കുറച്ച് പരിപാടികൾ കൂടെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഫ്ലവർ വെക്കണം. അതിന് വേണ്ടിയിട്ട് ഞാൻ വിചാരിച്ചു ഫ്ലവർ വെക്കുമ്പോൾ ജസ്റ്റ് നിങ്ങൾക്ക് കൂടെ പറഞ്ഞു തരാം കേട്ടോ. അപ്പോൾ ഇതേപോലെ ഒരു പീസ് എടുത്തിട്ടുണ്ട്. ഇവിടെ നിങ്ങോട്ട് 2 ഇഞ്ച് നമ്മൾ ഫ്ലവറിന് എത്ര വീതിയാണോ വേണ്ടത് അത്ര എടുക്കട്ടോ. പിന്നെ ലെങ്ത്ത് 5 ആണ് എടുത്തിട്ടുള്ളത്. ഇനി ഇതിനെ ഇതേപോലെ ഒന്ന് ഫോൾഡ് ചെയ്ത് പിടിക്കാം. എന്നിട്ട് സൂചി നൂലെടുക്കാം. ഇതേപോലെ കോർത്തെടുക്കാം. അപ്പോൾ ഇത് ഈ ഒരു തുണി ആയതുകൊണ്ടാണ് സൈഡിൽ നിന്നൊക്കെ ഇങ്ങനെ നൂല് വിട്ടു പോകുന്നുണ്ട്. അത് നമുക്ക് വേണമെങ്കിൽ ഒന്ന് ഉരുക്കിയെടുക്കാം. ഞാൻ ഉരുക്കിയെടുക്കുന്നില്ല കേട്ടോ. ഇതേപോലെ അങ്ങ് ചെയ്യാണ്. ലാസ്റ്റ് അവിടെ ഒന്ന് കട്ട് ചെയ്തെടുത്ത് മാറ്റും കേട്ടോ. അവിടെ ഒന്ന് കട്ട് ചെയ്ത് വൃത്തിയാക്കി എടുക്കും. അപ്പോൾ ഇതേപോലെ കോർക്കാം. ഓക്കെ, ഇതേപോലെ കോർത്തതിന് ശേഷം ഈ എക്സ്ട്രാ വരുന്ന ഭാഗങ്ങളൊക്കെ ഉള്ളിലേക്ക് വരുന്ന രീതിയിൽ ഇങ്ങനെ വെക്കാം കേട്ടോ. എന്നിട്ട് ഇതിൻ്റെ അറ്റങ്ങൾ രണ്ടും കൂടെ കൂട്ടി കെട്ടിവെക്കാം. കെട്ടിവെക്കുമ്പോൾ നല്ല ടൈറ്റിൽ കെട്ടി വെച്ച് കഴിഞ്ഞാൽ നല്ല റൗണ്ടായിട്ടുള്ള ഫ്ലവർ കിട്ടും. ഓക്കെ, അപ്പോൾ ഇതിനെ ടൈറ്റിൽ ഇതേപോലെ കെട്ടിവെക്കാം. അപ്പോൾ ഒരു കെട്ട് കെട്ടി അടുത്ത ഒരു കെട്ട് കൂടെ കെട്ടാം. നമ്മൾ നോർമൽ കെട്ടുന്ന രീതി തന്നെയാണ് കേട്ടോ. ടൈറ്റ് ചെയ്ത് കെട്ടിവെക്കാം. ബാലൻസ് വരുന്ന ഭാഗം കട്ട് ചെയ്ത് മാറ്റാം. ഓക്കെ, ഇനി ഇതിൽ എക്സ്ട്രാ ഇങ്ങനെ പുറത്തേക്ക് വരുന്നുണ്ടെങ്കിൽ അതിനൊക്കെ ജസ്റ്റ് ഒന്ന് ഉള്ളിലേക്ക് കൊണ്ടുപോകാം. സെറ്റാക്കി എടുക്കാം. വേണമെങ്കിൽ ഇവിടെ ഉരുക്കിയെടുക്കാം കേട്ടോ. നമ്മൾ ചന്ദനത്തിരിയോ മെഴുകുതിരിയോ എന്തെങ്കിലും ഒന്ന് കത്തിച്ചിട്ട് ഉരുക്കിയെടുക്കാം. അപ്പോൾ നമ്മുടെ സൂപ്പറായിട്ടുള്ളൊരു ഫ്ലവർ സെറ്റായിട്ടുണ്ട്. ഫ്ലവറിൻ്റെ വിഡ്ത്ത് ഞാൻ 2 ഇഞ്ച് പറഞ്ഞില്ലേ, അത് എത്ര ഫ്ലവറിന് എത്ര വലുപ്പം വേണോ അതിനനുസരിച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റിയെടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ച് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇത് ഈ ഒരു ഉടുപ്പിലേക്ക് ഫിക്സ് ചെയ്ത് വെക്കണം. എന്തായാലും നിങ്ങൾ ഫ്ലവർ ഉണ്ടാക്കുന്നത് കണ്ടില്ലേ, ജസ്റ്റ് ഒന്ന് കമൻറ്റ് കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ട്രൈ ചെയ്ത് നോക്കാം. സിമ്പിളല്ലേ, ഒരു തുണി കിട്ടിയിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഫോൾഡ് ചെയ്തിട്ട് ഇതേപോലെ കോർത്ത് വെച്ചാൽ നല്ല അടിപൊളിയായിട്ടുള്ള ഫ്ലവർ കിട്ടി. എന്നിട്ട് ഇതിനിങ്ങനെ അടുത്തടുത്ത് വെച്ച് കഴിഞ്ഞാൽ എങ്ങനെയെങ്കിലും വെച്ച് കഴിഞ്ഞാൽ ഇതിപ്പോൾ 3 ഇങ്ങനെ അടുത്ത് വെച്ച് കഴിഞ്ഞാൽ തന്നെ ഒരു മോഡലായി കേട്ടോ. ഡ്രസ്സിൻ്റെ 2 സൈഡിലായിട്ടും അല്ലെങ്കിൽ സ്ലീവിൻ്റെ അടുത്തൊക്കെ ഇതേപോലെ വെച്ച് കഴിഞ്ഞാൽ നല്ല ഭംഗിയായിരിക്കും. അപ്പോൾ നമ്മുടെ ഐഡിയക്ക് അനുസരിച്ചിട്ട് ഡ്രസ്സിലോ ഹെയർ ക്ലിപ്പിലോ എവിടെയെങ്കിലും ഫിക്സ് ചെയ്ത് വെക്കാം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. നല്ല ഭംഗിയില്ലേ ഈ ഫ്ലവർ, ഈ ത്രെഡൊക്കെ വരുന്നില്ലേ, ഇതൊക്കെ ഒന്ന് കട്ട് ചെയ്ത് വൃത്തിയാക്കി വെക്കാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണുന്നവരെ ടാറ്റാ ബൈ.